നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. സംഖ്യാശ്രേണികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും അതുമായിട്ട് അനുബന്ധ മറ്റു ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട് സീരീസ് ഇങ്ങനെ നിരത്തി എഴുതി പല വെറൈറ്റി ചോദ്യങ്ങൾ കണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ ചോദ്യത്തിലോട്ട് പോവാം. What is the sum of the first 20 terms of the following series? ഈ സീരീസിന്റെ ഏത് സീരീസ്? 1 into 2 plus 2 into 3 plus 3 into 4 plus 4 into 5 etc. ഇങ്ങനെ പോകുന്ന സീരീസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. രണ്ട് രീതി. ഒന്ന്, ഇത് ഈ സീരീസ് കാണപ്പെടുന്ന ഈ സീരീസിന്റെ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എളുപ്പവഴി കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, 1 into 2 plus 2 into 3 ഈ ഒരു ഫോമിലാണ് പോകുന്നതെങ്കിൽ 3 into 4 അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ തുക കണ്ടെത്താൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. n into n plus 1 into n plus 2 by 3 കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതായത് ഇങ്ങനെ പോകുന്ന എങ്ങനെ 1 into 2 പിന്നെ 2 into 3 3 into 4 4 into 5 5 into 6 6 into 7 അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ സീരീസിന്റെ തുക കണ്ടുപിടിക്കാൻ n into n plus 1 into n plus 2 divided by 3. ഇതാണ് റിസൾട്ട്. n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ടേംസിന്റെ സം ആണോ വേണ്ടുന്നത് അതാണ് 20 ടേംസിന്റെ സം. അപ്പൊ n ന്റെ സ്ഥാനത്ത് നമുക്ക് 20 ഇട്ട് കൊടുക്കാം. 20 into n plus 1 20 plus 1. ഓക്കെ, 20 plus 1 21 എഴുതിക്കോട്ടെ. n plus 2 20 plus 2 22 by 3. ഈ 3ഉം 21 കൂടെ കട്ട് ചെയ്ത് 7. ഇനി 7 2 14 22 into 14 അടിച്ചോ. 4 2 8 4 2 8 1 2 2 1 2 2 8 8 2 10 1 3 3080 എന്ന് ഉത്തരം. ഇവിടെ 0 നിപ്പുണ്ടായതുകൊണ്ട് ഇവിടെ 0 ഇട്ടത് കേട്ടോ. അപ്പൊ 3080 എന്ന് ഉത്തരം. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു രീതി അത് ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഇപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് പരീക്ഷ ഹാളിൽ ഇരുന്ന് ഓർക്കണമെന്നോ അതിലിപ്പോ നമ്മൾ കണ്ടു, ഇനി നമ്മളിത് മറക്കത്തില്ല. n into n plus 1 into n plus 2 by 3 ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചോദിച്ചു. ആ സമയത്ത് ഒരാൾ ചിലപ്പോൾ ഈ ഇക്വേഷനും പഠിച്ചിട്ടായിരിക്കത്തില്ല പോയിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടി എങ്ങനെ ചെയ്യും നമുക്കൊന്ന് ആലോചിച്ചാലോ. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സീരീസ് ഒന്ന് ഇങ്ങനെ ചെയ്യുക. n into n plus 1 into n plus 2 by 3 ആ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. ഇനി മറ്റൊരു വഴി ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. 1 into 2 plus 2 into 3 plus 3 into 4 plus 4 into 5 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സീരീസിന്റെ 20 ടേംസിന്റെ സം കണ്ടെത്തണം. നിങ്ങൾ നോക്കപ്പോൾ ഈ 2നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. 1 അധികം 1 എന്ന് എഴുതാം. പ്ലസ് ഈ 2 ഞാൻ അനക്കുന്നില്ല. ഈ 3നെ എനിക്ക് 2 അധികം 1 എന്ന് എഴുതാം. 3 into 4നെ എനിക്ക് 3 അധികം 1 എന്ന് എഴുതാം. അതായത് ഇപ്പുറത്തുള്ള സംഖ്യ അതേ പിടിച്ചാൽ കയറാം. ഇനി 4നെ നിങ്ങൾക്ക് 4 into 5നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 4 അധികം 1 എന്ന് എഴുതാം. മനസ്സിലായി എന്തോ സംഭവിച്ചതെന്ന്? 2നെ ഈ ടേം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് 1 അധികം 1, 3നെ 2 അധികം 1, 4നെ 3 അധികം 1, 5നെ 4 അധികം 1 അങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇതുകൊണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം. 1 into ഈ ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. a into b plus c എന്ന് പറഞ്ഞാൽ a കൊണ്ട് b യെ മൾട്ടിപ്ലൈ ആണ് ab, a കൊണ്ട് c യെ മൾട്ടിപ്ലൈ ആണ് ac. അപ്പൊ 1 കൊണ്ട് 1നെ 1ന്റെ സ്ക്വയർ എന്ന് എഴുതുക. 1 into 1 1 എന്ന് തന്നെ എഴുതി. പ്ലസ് 2 into 2 2ന്റെ സ്ക്വയർ എന്ന് എഴുതുക. പ്ലസ് 2 into 1 2 എന്ന് എഴുതി. 3 into 3 എന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ആണ്. 3 into 3 3ന്റെ സ്ക്വയർ എന്ന് എഴുതി. 3 into 1 3. 4 into 4 4ന്റെ സ്ക്വയർ എന്ന് എഴുതി. 4 into 1 4 എക്സെട്ര. ഇനി വീണ്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ ഈ സ്ക്വയറുകളെല്ലാം ഞാൻ അടുപ്പിച്ചെഴുതി. അങ്ങനെ ഇത് എത്ര എണ്ണം ഉണ്ട്? 20 ടേംസ് ഇല്ലേ? അപ്പൊ അതെല്ലാം കൂടെ ആദ്യം പ്ലസ് പിന്നെ 1 അധികം 2 അധികം 3 അധികം 4 ഇതിനെ നോക്കാണ്ടല്ലോ. പ്ലസ് എക്സെട്ര. ഇതും എത്ര എണ്ണം ഉണ്ട്? 20 ടേംസ് ഉണ്ട്. അപ്പം 1 square plus 2 square plus 3 square plus 4 square plus n square അതിന് നിങ്ങൾ റിസൾട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇതിന്റെ റിസൾട്ട് എന്തോ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? n into n plus 1 into 2n plus 1 by 6 ഇതിന്റെ റിസൾട്ട്.
സ്ക്വയറുകളുടെ ആദ്യം മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക അത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. n × n+1 × 2n+1/6 ദ റിസൾട്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ? n × n+1/2. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ ദാറ്റ് ഈസ് ഇക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 20 പദങ്ങളാണ്. അപ്പൊ 20 × 20 + 1 21 × പിന്നെ 2n+1 മീൻസ് 2n+1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായത് കേട്ടോ. അതായത് 20 21 കൂടെ കൂട്ടി വെച്ചാൽ മതി 41/6. അല്ലെങ്കിൽ n സ്ഥാനത്ത് 20 ഇട്ടുകൊട്. 20 × 2 40 40 + 1 41/6 പ്ലസ് n 20 ആണേ. ഇപ്പൊ 20 × n+1 21/2. ബാക്കി ഇങ്ങോട്ട് അങ്ങ് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു ഈ 21നെ 6നെ 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 7 2 2നെ 20നെ കട്ട് ചെയ്യാം 10 7 × 41 7 7 4 28 287 × 10 2870 പ്ലസ് 2 20 കൂടെ കട്ട് ചെയ്ത് 10 21 × 10 210 2870 210 കൂടെ ആഡ് ചെയ്ത് 0 7 1 8 8 2 15 1 3 3080. അങ്ങനെ ഫൈനൽ ഉത്തരം 3080 കിട്ടും. ഓക്കെ, അപ്പം 1 മുതലുള്ള വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. n × n+1 × 2n+1/6. പിന്നെ എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാം. n × n+1/2. ഇതിനകത്തോട്ട് n ന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ദ മീൻ ഓഫ് 1 square, 2 square, 3 square, 4 square എക്സെട്ര ടു 20 square. അതായത് ആദ്യത്തെ 20 സംഖ്യകളുടെ വർഗങ്ങളുടെ മീൻ, ശരാശരി. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, ശരാശരി എത്രയാണ്? അപ്പൊ ആദ്യത്തെ 1 square plus 2 square 3 square എക്സെട്ര n square ഇതിന്റെ സമ്മ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ n × തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതാ n × n+1 × 2n+1 / 6 ആണ്. തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് കിട്ടുന്നത്, ശരാശരി, മീൻ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ എണ്ണം എന്ന് പറഞ്ഞാൽ n ആണ്. n. അപ്പൊ ആ n കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ ആ താഴെ കൊടുത്താൽ മതി n. അപ്പൊ n എന്നോടെ കട്ട് ചെയ്ത് പോയി. നമുക്ക് യഥാർത്ഥത്തിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ n+1 n കട്ട് ചെയ്ത് പോയി. കാരണം തുകയെ എണ്ണം n ആണ്. ആ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എന്നോടെ കട്ട് ചെയ്ത് പോകും. അവശേഷിക്കുന്നത് n+1 × 2n+1 / 6 ആണ്. എന്ന് വെച്ചാൽ ഈ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1 × 2n+1/6 എന്തായിരിക്കും? n+1 × 2n+1 / 6. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ചാൽ മതി ഇതിന്റെ ആവറേജ് മീൻ കണ്ടെത്താൻ. n+1 × 2n+1/6. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്തുവാ? എണ്ണം എത്ര വരെ പോകുന്നുണ്ട്? 20 വരെ പോകുന്നുണ്ട്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ n+1 20 + 1 ഇൻറ്റു 2 × n എന്ന് പറഞ്ഞാൽ 20 + 1/6. 20 + 1 നമുക്കറിയാം 21 ആണ്. 2 × 20 40 + 1 41 ആണ് / 6. 21നെ 6നെ 3ആയിട്ട് കട്ട് ചെയ്യാം. 7 3 21 3 2 6. അപ്പം 1 7 7 4 28 287/2. നമുക്ക് 287നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 2 2 4 8 ഇറക്കി 4 2 8 7 3 2 6 1.05 10 0 143.5. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കറപ്പിക്കാവുന്നതാണ്. ഉണ്ട്, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ തുക n × n+1 × 2n+1/6. അപ്പൊ ഇതിന്റെ ശരാശരി ആ എണ്ണം ഒഴിവാക്കിയാൽ മതി. എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ എന്നോട് കട്ട് ചെയ്ത് പോയി. n+1 × 2n+1/6. ക്ലിയർ അല്ലേ? ഇവിടെ n എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ n ന്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുത്തു. അപ്പൊ n+1 20 + 1 21 n × 2 20 × 2 40 + 1 41/6 കട്ട് ചെയ്ത് ഉത്തരത്തിലെത്തി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, വെറൈറ്റി ക്വസ്റ്റ്യൻ നോക്കിയാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് a =
1/19 പ്ലസ് 2/19 പ്ലസ് 3/19 പ്ലസ് എക്സെട്ര ടു 100/19 ഡിവൈഡഡ് ബൈ 100. ബി ഈക്വൽ ടു 1/19 പ്ലസ് 3/19 പ്ലസ് 5/19 പ്ലസ് എക്സെട്ര ടു 99/19 ബൈ 50. ആൻഡ് സി ഈക്വൽ ടു 2/19 പ്ലസ് 4/19 പ്ലസ് 6/19 ടു 100/19 ബൈ 50. Then which of the following is true? A less than B less than C, C less than B less than A, C less than A less than B, none of these. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ 100 ആണ്, ഇതിന്റെ ഡിനോമിനേറ്റർ 50 50 ആണ്. ഇത് 1 2 3 അങ്ങനെ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഇത് ഒറ്റ സംഖ്യകളും ഇത് ഇരട്ട സംഖ്യകളുമാണ്. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളൂടെ ചേർന്നാൽ എണ്ണൽ സംഖ്യകളാവും. മീൻസ് ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഇതാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ബിയും സിയും കൂടെ ഒന്ന് കൂട്ടുവാണ്, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുന്നു. ബിയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. ഓക്കെ, എന്ത് സംഭവിക്കുക നമുക്ക് നോക്കാം. ബിയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് കൂടെ നിന്നോ. ബി എന്ന് പറഞ്ഞാൽ 1 3 പവർ എല്ലാം 19, അത് എവിടെ ഇരുന്നോട്ടെ. 1 3 5 അങ്ങനെ ടു 99 വരെയുള്ള ഒറ്റ സംഖ്യ ആണ് ന്യൂമറേറ്റർ ഇരിക്കുന്നത്. സിയുടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 2 4 6 100 വരെയുള്ള ഇരട്ട സംഖ്യ. രണ്ടിന്റെയും ഛേദം സെയിം ആണ്. ഓക്കെ, രണ്ടിന്റെയും ഛേദം സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ബി പ്ലസ് സി ചെയ്യാൻ നേരത്ത് ഛേദം സെയിം ആയതുകൊണ്ട് ഒറ്റ ഛേദം എഴുതാം, ഒരു ഛേദം എഴുതാം. എന്നിട്ട് ഈ ന്യൂമറേറ്ററും തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതായത് 5/9 പ്ലസ് 4/9 എന്ന് പറഞ്ഞാൽ ഛേദം സെയിം ആണേ ഒരു ഛേദം എഴുതിയിട്ട് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി, അംശം തമ്മിൽ കൂട്ടിയാൽ മതി. 5 + 4 9, 9/9 1 എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടുവാണ്, ഛേദം സെയിം ആണ്. അപ്പൊ എനിക്ക് അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതിയാകും. അപ്പൊ അംശങ്ങൾ തമ്മിൽ ഞാൻ കൂട്ടാൻ നേരത്ത് ഇവിടെ ഒറ്റ സംഖ്യകളും ഉണ്ട്, ഇവിടെ എല്ലാം ഒറ്റ സംഖ്യകളാണ്, ഇവിടെ എല്ലാം ഇരട്ട സംഖ്യകളാണ്. ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരത്ത് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും കൂട്ടുന്ന അവസ്ഥ വരും. എന്ന് വെച്ചാൽ ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു, 1/19. പിന്നെ എനിക്ക് 3 എഴുതാം, 5 എഴുതാം, 99 എഴുതാം, പിന്നെ 2 4 6 അതും എഴുതാം. ഞാൻ പക്ഷെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി 2/19 എഴുതുന്നു. പിന്നെ 3/19 ഉണ്ടല്ലോ, 3/19 ഇവിടെ ഉണ്ട്. പിന്നെ 4/19 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പോയി ലാസ്റ്റ് 99/19 ഇവിടെ ഉണ്ട്, 100/19 ഇവിടെ ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്തോ കിട്ടിയേക്കുന്നത്, ബിയും സിയും കൂടെ കൂട്ടിയിട്ട് കൂട്ടുന്നതാ കിട്ടിയേക്കുന്നത്. ഇനി ഒരു ബൈ 2 ഉണ്ട്. ബി പ്ലസ് സി ആയത് ബിയും സിയും കൂടെ കൂട്ടുന്നു, ഛേദം സെയിം ആയിട്ട് ഒറ്റ ഛേദം എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചേക്കുക. അപ്പൊ ബി പ്ലസ് സി ആയതേ ഉള്ളു. ഇനി ഞാനൊരു ബൈ 2 കൂടെ എടുക്കുക. ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിനെ 2 ഡിവൈഡ് ചെയ്യണം. ഈ ഫ്രാക്ഷനെ 2 ഡിവൈഡ് ചെയ്യുന്നവരെ ഇതിനെ ഛേദത്തിന് 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 1/19 പ്ലസ് 2/19 പ്ലസ് 3/19 പ്ലസ് അങ്ങനെ പോയി അവസാനം 100/19 ഡിവൈഡഡ് ബൈ 50 × 2 എത്ര 100. ഇതാണ് ബി പ്ലസ് സി ബൈ 2. അപ്പൊ ബി പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ സാധനം കിട്ടി. ഇത് എന്തു യഥാർത്ഥത്തിൽ 1/19 പ്ലസ് 2/19 പ്ലസ് 3/19 ടു 100/19 ബൈ 100 എന്തോ അത് എ ആണ്. എന്ന് വെച്ചാൽ ബി പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞാൽ എ ആണ്. എ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇപ്പൊ എ ബി സി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എ ബി സി. ഈ ബിയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കപ്പം നമുക്ക് എ കിട്ടുന്നെങ്കിൽ അതിനർത്ഥം എ ഇതിന്റെ നടുക്കിരിക്കുന്ന ആളാണെന്നാണ്. നിങ്ങൾ 6ഉം 10ഉം കൂടെ ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊന്ന് പകുതി എടുത്തു നോക്ക്. 2 എണ്ണം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ അതിന്റെ ശരാശരിയാ. ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്നതാ. ശരാശരി 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്തത് ശരാശരിയാണ്. ശരാശരി നടുക്കിരിക്കുന്ന ആളാ. അപ്പൊ 6ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ 6ഉം 10ഉം 16, 16/2 8. ഈ 8 എന്ന് പറയുന്ന 6ന്റെയും 10ന്റെയും ഇടയ്ക്കിരിക്കുന്ന ആളാ. ശരിയല്ലേ? എന്ന് വെച്ചാൽ ബിയുടെയും സിയുടെയും നടുക്ക് നിൽക്കുന്ന ആളാണ് എ. കാരണം ബിയുടെയും സിയുടെയും കൂടെ ശരാശരി ആവറേജ് ആണ് എ എങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ബിയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ബിയുടെ സിയുടെ ആവറേജ് ആണ്. അപ്പൊ ആവറേജ് ആണ് എ എങ്കിൽ ബിയുടെ സിയുടെ നടുക്ക് നിൽക്കുന്ന ആളാണ് എ. അപ്പൊ എ നടുക്കും ബിയും സിയും 2 അറ്റത്തായിട്ട് വരും. പക്ഷെ അത് എ നടുക്കാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. അപ്പൊ ഈ ഓപ്ഷൻ പ്രകാരം എ നടുക്കുള്ള ഒറ്റൊരാളേ ഉള്ളൂ. ഓക്കെ, ഇതെന്തായാലും ഇത് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി, സി ലെസ് ദാൻ ബി ലെസ് ദാൻ എ, സി ലെസ് ദാൻ എ ലെസ് ദാൻ ബി.
നൺ ഓഫ് ദീസ്. അപ്പൊ എ നടുക്ക് നിൽക്കുന്ന നടുക്കല്ലാത്ത രണ്ട് ഓപ്ഷൻ തൽക്കാലം വെട്ടാം. ഇനി ഇതാണോ എന്ന് മാത്രം അന്വേഷിക്കണം. നൺ ഓഫ് ദീസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു പരിപാടി പെട്ടെന്ന് നോക്കാമായിരുന്നു. അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിയുടെയും സിയുടെയും കൂടെ ആവറേജ് ആണ് എ എങ്കിൽ ബിയുടെയും സിയുടെയും നടുക്ക് നിൽക്കുന്ന ആളാണ് എ. അപ്പൊ ഇനി ബി ആണോ സി ആണോ വലുത് ഇനി എന്ന് അന്വേഷിച്ചാൽ മതി. ബി ആണോ സി ആണോ വലുത്. അപ്പൊ അത് മാത്രം നോക്കാം. എ എന്തായാലും നടുക്കാണെന്ന് നമുക്ക് മനസ്സിലായി. മൂന്നെണ്ണത്തിൽ നടുക്ക് നിൽക്കുന്ന ആളാണ് എ. ഇനി ആദ്യം എഴുതേണ്ടത് ബി ആണോ സി ആണോ എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇത് ഞാൻ ചുമ്മാ എഴുതിയതാട്ടോ. ബി ആദ്യം ആവണം, ചിലപ്പോൾ സിയോ ആദ്യമാവാം, ഏതോ ആദ്യമാവോ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ബി ആണോ സി ആണോ ആദ്യം വരുന്നത് അത് അന്വേഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയും സിയും ഒന്ന് എടുക്കുന്നത്. ഇത് നിങ്ങൾ നോക്ക്, 100 വരെയുള്ള ഒറ്റ സംഖ്യകളാണ്. ഇത് നിങ്ങൾ നോക്ക്, 100 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. അപ്പം ഛേദ രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പൊ മുകൾ ഭാഗമല്ല ഒറ്റ സംഖ്യകൾ, താഴ്ഭാഗമല്ല ഇതിന്റെ മേൽഭാഗമല്ല ഇരട്ട സംഖ്യകൾ. ഇതിനകത്ത് ഏതാ വലുത്? കാണപ്പോഴേ നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 1 ആണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 2 ആണ്. ഇവിടെ ആദ്യത്തെ സംഖ്യ 3 ആണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 3 ആണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 4 ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം നോക്കപ്പോ തന്നെ ഇത് വലുതാണ്. കാരണം ഇതിനേക്കാൾ 1 കൂടിയിരിക്കോ ഇത്, ഈ 3നേക്കാൾ 1 കൂടിയിരിക്കോ 4, 5നേക്കാൾ 1 കൂടിയിരിക്കോ 6. എന്നുവെച്ചാൽ മുകളിലുള്ള എല്ലാ സംഖ്യക്കായി 1 കൂട്ടി നിൽക്കുന്ന സംഖ്യകളല്ലേ ഇത്. ഒറ്റ സംഖ്യകൾ അതിനേക്കാൾ വലുതല്ലേ ഇരട്ട സംഖ്യകൾ. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n+1 മീൻസ് n² പ്ലസ് ഒരു n കൂടെ വരും. ഓക്കെ, അപ്പം ഈ സംഖ്യ ആദ്യത്തെ സംഖ്യ നോക്കപ്പോ തന്നെ ഇത് വലുതാ, ഇതിനെ അപേക്ഷിച്ച് ഇത് വലുതാ, ഇതിനെ അപേക്ഷിച്ച് ഇത് വലുതാ. അങ്ങനെ അവസാനം വരെ ലാസ്റ്റ് സംഖ്യ നോക്കപ്പോഴും ഇതിനെ അപേക്ഷിച്ച് ഇത് വലുതാ. അപ്പൊ ഉറപ്പായിട്ട് ഈ സി വലുതായിരിക്കത്തില്ലേ? ചിന്തിച്ചു നോക്ക്. അപ്പൊ സി വലുതാവുകയും ബി ചെറുതാവുകയും ചെയ്യും. പക്ഷെ എ നടുക്കാന്ന് പറയുകയും ചെയ്ത്, അപ്പൊ ബി ലാസ്റ്റ് വരും. എന്തായാലും ബിക്കും സിക്കും ഇടയ്ക്കായേ. കാര്യം എന്തുവാ? ഇതിന്റെ ആവറേജ് ആയേ. ആ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ സി ആണിപ്പോ വലുതെന്ന് മനസ്സിലായി. കാരണം സി വലുതാവാനുള്ള റീസൺ ഇതിനെ അപേക്ഷിച്ച് ബിയെ അപേക്ഷിച്ച് സി വലുതല്ലേ? ശരിയല്ലേ? 1ന് പകരം ഇവിടെ 2 കിടക്കുക, 3ന് പകരം ഇവിടെ 4 കിടക്കുക. അപ്പൊ ഇത് സി വലുതല്ലേ? അപ്പൊ സി വലുതാണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ലെസ് ദാൻ, സി വലുതാണേ. ശ്രദ്ധിക്കണം, സി വലുതാണ്. ഓക്കെ, അപ്പൊ സിയെക്കാട്ടിലും എ ഗ്രേറ്റർ ദാൻ ബി ഇങ്ങനെ കിട്ടും കേട്ടോ. സി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി. അതായത് സി ആണ് ഇതിനകത്ത് ഏറ്റവും വലുത്. ഇത്ര എണ്ണത്തിൽ സി ആണ് ഏറ്റവും വലുത്. സി ആണ് ഏറ്റവും വലുത്. ശരിയല്ലേ? അതിനേക്കാൾ ചെറുതാണ് എ, അതിനേക്കാൾ ചെറുതാണ് ബി. എന്നുവെച്ചാൽ നൺ ഓഫ് ദിസ് ഉറപ്പിക്കാം. നൺ ഓഫ് ദിസ്. അപ്പൊ സി അല്ലേ വലുത്? ഇവിടെ കൺഫ്യൂഷൻ ആയി, മുമ്പ് തിരിഞ്ഞു പോയേനെ. ഇതിന്റെ അർത്ഥം എന്തുവാ? സിയെക്കാട്ടിലും വലുതാണ് എക്കാട്ടിലും വലുതാണ് ബി എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്? ബിയും സിയും കൂടെ നോക്കുമ്പോൾ തന്നെ സി എന്ന് പറയുന്നത് വലുതാണെന്നാ കിട്ടിയേക്കുന്നത്. മനസ്സിലായ? സിയാ വലുത്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും വലുത് സി തന്നെ. അപ്പൊ ഇതിനകത്ത് ഈ പ്രകാരം ഇതിനകത്ത് ഏറ്റവും ചെറുതാണ് സി. ക്ലിയർ അല്ലേ? ഇത് ഏറ്റവും വലുത്, സി ഏറ്റവും വലുതാവുന്ന അവസ്ഥയാണ്. പക്ഷെ എ നടുക്ക് ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് കറുപ്പിക്കാനാണ്. അപ്പൊ നമുക്ക് നൺ ഓഫ് ദീസ് കറുപ്പിക്കാം. അടുത്ത ഒരു മനോഹരമായ ചോദ്യമാണ് 4. ക്വസ്റ്റ്യൻ നമ്പർ 4. 1 × 2 × 3 × എക്സെട്ര 100. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിക്കുന്നു. ഇത് ഗുണിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എത്ര പൂജ്യത്തിൽ അവസാനിക്കും? ഇത് ഗുണിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എത്ര പൂജ്യത്തിൽ അവസാനിക്കും? ശ്രദ്ധിക്കുക, ഇത് ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. 1 ഇതിന്റെ പൂർണ്ണമായും ലോജിക്കാണ്. 2 അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യനൊന്നും പറ്റത്തില്ല കേട്ടോ. 1 തൊട്ടുള്ള സംഖ്യകളാണ് നടക്കുക. അപ്പൊ ഇതിന്റെ എളുപ്പവഴി ലോജിക്ക് നിങ്ങൾ രണ്ടും കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഇവിടെ 1ന് പകരം 51 × 52 × 53 × എക്സെട്ര 100 ആയിരുന്നെങ്കിൽ എളുപ്പവഴി പരാജയമാണ്. എളുപ്പവഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 101 തൊട്ട് 200 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിക്കുന്നു. എത്ര പൂജ്യത്തിൽ അവസാനിക്കും? എളുപ്പവഴി നമുക്ക് അന്ധമായി ഉപയോഗിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അവിടെയും ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ലോജിക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഒരു എളുപ്പവഴിയുണ്ട്, അതിവിടെ പറഞ്ഞുതരാം. ഓക്കെ, ആ ലോജിക്കും ഒക്കെ ചെയ്യപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തു എളുപ്പവഴി എന്നുള്ളത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേട്ടോ. അപ്പൊ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ ഗുണിക്കണം. അപ്പൊ നമുക്കിത് എത്ര പൂജ്യത്തിൽ അവസാനിക്കുമെന്നാ. ഇപ്പൊ 0 കിട്ടണമെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾ ആവണം. 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, അതായത് ഒരു 0 ലഭിക്കണമെങ്കിൽ 2ഉം 5 കൂടെ മൾട്ടിപ്പിൾ എപ്പോഴാണ് 0 ലഭിക്കുന്നത്? ഒന്നുകൂടെ
0 ലഭിക്കണമെങ്കിൽ അതിനകത്ത് 5ന്റെയും 2ന്റെയും ഫാക്ടർ ഉണ്ടാവണം. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എത്ര 2 ഉണ്ട്, എത്ര 5 ഉണ്ട്, 5ന്റെയും 2ന്റെയും എത്ര ജോഡികൾ ഉണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ 1 തൊട്ട് 100 വരെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ 2കളുണ്ട്. ക്ലിയർ അല്ലേ? 2, 4, 6 ഓരോ ഒന്നിടവട്ട സംഖ്യ എടുത്താലും 2കളുടെ മൾട്ടിപ്പിൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ 5കളുടെ മൾട്ടിപ്പിൾ കുറവാണ്. ശരിയാണോ? പക്ഷെ 2ന്റെയും 5ന്റെയും 2ഉം 5ഉം കൂടെ ഒരുമിപ്പിക്കപ്പോഴാണ് 2 × 5 10 ആവുകയും പിന്നെ അത് 0 ആയിട്ട് അവസാനം വരികയും ചെയ്യുന്നത്. ക്ലിയർ ആണേ? അപ്പം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിനകത്ത് എത്ര 0ത്തിലാണ് അത് അവസാനിക്കുന്നത് എന്ന് കണ്ടെത്താൻ, ഓർക്കുക, ഒരു പ്രോഡക്റ്റ് ഗുണനഫലം എത്ര 0ത്തിലാണ് അവസാനിക്കുന്നത് എന്ന് കണ്ടെത്താൻ നിങ്ങൾ അതിനകത്ത് എത്ര 2, എത്ര 5 എന്നിവ ഉണ്ടെന്ന് നോക്കിയാൽ മതിയാവും. പക്ഷെ ഇവിടെ 2 കൂടുതലാവുകയും 5 കുറവാവുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ 5ന്റെ എണ്ണം മാത്രം എടുത്താൽ മതിയാവും. ഓക്കെ, 5 എത്ര എണ്ണം ഉണ്ട് എന്ന് അന്വേഷിച്ചാൽ മതിയാവും. ക്ലിയർ ആണേ? അപ്പൊ 1 തൊട്ട് 100 വരെ എത്ര 5 ഉണ്ട്? 5ന്റെ മൾട്ടിപ്പിളുടെ ലിസ്റ്റ് എടുത്താൽ മതി. ഞാൻ എടുക്കുവാണ്. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. ഒരു ഭംഗിക്ക് വേണ്ടി 5ൽ അവസാനിക്കുന്ന എല്ലാം അടുപ്പിച്ചങ്ങ് എഴുതാം. 55, 65, 75, 85, 95. 50 കഴിഞ്ഞ 60, 70, 80, 90, 100. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് 25ന്റെ മൾട്ടിപ്പിൾ എല്ലാം ഒന്ന് വട്ടം ഇടുക. 25, 50, 75, 100 ഇത്രയും വട്ടം ഇടുക. ബാക്കിയുള്ളതിനകത്തെല്ലാം ഇപ്പൊ ഈ വട്ടം ഇട്ടതെല്ലാം ഞാൻ ഒന്ന് മാറ്റി വെച്ചു. 25ന്റെ മൾട്ടിപ്പിളിനകത്താണ് വട്ടം ഇട്ടത്. 5 എത്ര എണ്ണം ഉണ്ടെന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനകത്തും 5 ഒരെണ്ണം കാണും, ഒരു ഫാക്ടർ കാണും. 55 2 5 ഉണ്ടെന്ന് വിചാരിച്ചുള്ളതിൽ 5 ഒരു 5 കാണും. 15നകത്ത് ഒരു 5 ഉണ്ട്. 3 × 5 15, ഒരു 5 ഉള്ളു. 35 ഒരു 5, 45 ഒരു 5, 55 ഒരു 5 ഉള്ളു. 11 × 5. ഓക്കെ, ഫാക്ടർ ആയിട്ട് അതിനകത്ത് ഒരു 5 ഒരു 11 ഉള്ള. അപ്പൊ ഒരു 5. അപ്പൊ ബാക്കിയുള്ളതിനകത്തെല്ലാം ഒരു 5 വെച്ചുണ്ട്. ക്ലിയർ ആണ്? അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 16 5 കിട്ടി. 16. ഒന്നുകൂടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 എണ്ണം കിട്ടി. പ്ലസ്. അപ്പൊ എന്തായാലും ഇത് മിനിമം 16 പൂജ്യത്തിലെങ്കിലും അവസാനിക്കും. തീർന്നില്ല. ഇനി ആ 25ന്റെ മൾട്ടിപ്പിൾ കിടപ്പുണ്ടല്ലോ, അതിനകത്തല്ല, 25ന്റെ മൾട്ടിപ്പിളിനകത്തല്ല എത്ര 5 ഉണ്ടെന്ന് നോക്കണം. 25നകത്ത് യഥാർത്ഥത്തിൽ 2 5 വെച്ചുണ്ട്. മനസ്സിലായി? 25നകത്ത് എത്ര 5 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? 25നകത്ത് യഥാർത്ഥത്തിൽ 2 എണ്ണം ഉണ്ട്. 50നകത്ത് എത്ര 5 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 10, വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2, 2 എണ്ണം ഉണ്ട്. 75നകത്ത് എത്ര 5 ഉണ്ട്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 15, വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3, 2 എണ്ണം ഉണ്ട്. 100നകത്ത് എത്ര 5 ഉണ്ട്? 5 5 ഡിവൈഡ് ചെയ്യാൻ 20, വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 4, 2 എണ്ണം ഉണ്ട്. അപ്പൊ 125 ആണെങ്കിൽ 3 എണ്ണം വന്നേനെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, 2, 4, 6, 8. അപ്പൊ ഇതിനകത്ത് 2 എണ്ണം, ഇതിനകത്ത് 2 എണ്ണം, 5ന്റെ എണ്ണമാ. ഇതിനകത്ത് 5ന്റെ എണ്ണം 2, ഇതിനകത്ത് 5ന്റെ എണ്ണം 2. ഇപ്പൊ 2, 4, 6, 8. വീണ്ടും ഒരു 8 എണ്ണം കൂടെ വരും. 8 5ഉം കൂടെ വരും. ബാക്കി എല്ലാത്തിനകത്തും ഓരോ 5 വെച്ച്, പിന്നെ ബാക്കി 25ന്റെ മൾട്ടിപ്പിളിനകത്തെല്ലാം 2 എണ്ണം വെച്ച്. 100 കഴിഞ്ഞ് പിന്നെ അടുത്ത 125ലോട്ട് വരുമ്പോൾ 3 5 ഉണ്ട്. ഇവിടെ അപ്പൊ 125 ഇല്ലല്ലോ. അപ്പൊ 16 തൊട്ട് 24 0 ആയിരിക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനം. 24 zeros. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വഴി. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എളുപ്പവഴിയുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഈ വഴി നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. എങ്ങനെയാണ് ഈ വഴി പഠിക്കേണ്ടത്? 5ന്റെ ലിസ്റ്റ് അങ്ങോട്ട് എടുക്കുക. തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെങ്കിൽ നിങ്ങൾ 5ന്റെ മൾട്ടിപ്പിൾ അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് 25ന്റെ മൾട്ടിപ്പിൾ എല്ലാം വെട്ടമിട്ടൊന്ന് മാറ്റുക. ബാക്കിയുള്ളത് അങ്ങ് എണ്ണി എടുക്കുക. 1 2 3 16 എണ്ണം. ഓക്കെ, പിന്നെ 25ന്റെ മൾട്ടിപ്പിളിനകത്തല്ല എത്ര 5 വെച്ചുണ്ടെന്ന് നോക്കുക. 25നകത്ത് 2 എണ്ണം, 50നകത്ത് 2 എണ്ണം, 75 2 എണ്ണം, 100 2 എണ്ണം. അങ്ങനെ 1 2 3 4 5 6 7 8 8 എണ്ണം. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ശുഭം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെന്തോ എളുപ്പവഴി. അപ്പൊ എളുപ്പവഴി ഞാനൊന്ന് പറഞ്ഞുതരാം.
അപ്പൊ എളുപ്പഴി പറയുന്നതിന് മുമ്പ് എളുപ്പഴി എന്ന് പറഞ്ഞ ഒരു GK കാണാതെ പഠിക്കുന്നവണക്ക് പഠിക്കുക എന്നുള്ളതാണ് ഈ എളുപ്പഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എളുപ്പഴിക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. 1 തൊട്ടുള്ള നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ എളുപ്പഴി ഉപയോഗിക്കാൻ ഒക്കും കേട്ടോ. 1 തൊട്ടുള്ള നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവസാനത്തെ സംഖ്യ എടുക്കണം 100. അപ്പൊ 100നെ നിങ്ങൾ 5 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ 2 5 10 0 0 20 കിട്ടും. 20 എന്ന് വെച്ചാൽ 100 വരെ 5ന്റെ ഗുണിത 20 എണ്ണം ഉണ്ടെന്ന. അപ്പൊ 100 വരെ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 20 എണ്ണം ഉണ്ട്. ഓക്കെ, തീർന്നില്ല. ഇനി നിങ്ങൾ ഈ 100നെ തന്നെ 25 കൊണ്ട് ഹരിക്കുക. 25 ഉണ്ട്. അപ്പം 4 25 100 നിങ്ങൾക്ക് അറിയാം, 0. ഓക്കെ, തീർന്നില്ല. പിന്നെ നിങ്ങൾ 100നെ 125 കൊണ്ട് ഹരിക്കുക. 100നകത്ത് വല്ല 125 ഉണ്ടോ? ഇല്ല, അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് ഈ ഹരണഫലം കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. 20 + 4 24. ഇത് ചെയ്യണമെങ്കിൽ എന്തോ എൻ്റെ എളുപ്പവഴി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ എളുപ്പവഴി. ഇത് വന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം, 100ലാണ്. അപ്പൊ 100നെ നിങ്ങൾ 5 കൊണ്ട് ഹരിക്കുക 20. പിന്നെ ആ 100നെ തന്നെ ഈ 100നെ തന്നെ 25 കൊണ്ട് ഹരിക്കുക. പിന്നെ ഈ 5ന്റെ പവർ വെച്ച് ആദ്യം 5⁻1 5 കൊണ്ട് ഹരിക്കുക. പിന്നെ 5⁻2 25 കൊണ്ട് ഹരിക്കുക. പിന്നെ 5⁻3 125 കൊണ്ട് ഹരിക്കുക. ഇത് 125 താഴെ ആയതുകൊണ്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല. ഈ 2 എണ്ണം കൊണ്ട് മാത്രം ഹരിക്കുക. ആദ്യം 100നെ 5 കൊണ്ട് ഹരിക്കുക, 20 കിട്ടി. ശിഷ്ടമൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ 100നെ അടുത്ത സംഖ്യ 5ന്റെ സ്ക്വയർ 25 കൊണ്ട് ഹരിക്കുക, 4 കിട്ടി. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടി 20 4 24. അത് നമ്മുടെ ഉത്തരം. ഇതെന്തോ അതിനർത്ഥം? 100നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 20 എണ്ണം ഉണ്ടെന്ന് അർത്ഥം. 5ന്റെ ഗുണിതങ്ങൾ 20 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അങ്ങനെ ആ 20 എടുത്ത് ഓരോ 0 വെച്ച് വരും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 25ന്റെ മൾട്ടിപ്പിളിനകത്തെല്ലാം 2 എണ്ണം വെച്ചുണ്ട്. അതിൽ ഒരെണ്ണം നമ്മളിവിടെ കൂട്ടിക്കഴിഞ്ഞു. 1 2 3 4 5 ഈ 20 തട്ടി കൂട്ടിക്കഴിഞ്ഞു. ഓക്കെ, പക്ഷെ 25ന്റെ മൾട്ടിപ്പിളിനകത്തെല്ലാം എത്ര എണ്ണം വെച്ചുണ്ട്? 2 എണ്ണം വെച്ചുണ്ട്. അപ്പൊ ഓരോ നമുക്ക് മിസ്സായില്ലേ? അപ്പൊ എത്ര 25ന്റെ ഗുണിതം ഉണ്ടെന്ന് പിന്നെ നോക്കിയാൽ പോരെ. അപ്പൊ 100നെ 25 കൊണ്ട് ഹരിക്കപ്പോൾ 100 വരെ എത്ര 25ന്റെ ഗുണിതം ഉണ്ടെന്ന് കിട്ടും. 100നെ 25 കൊണ്ട് ഹരിക്കപ്പോൾ 100 വരെ എത്ര 25ന്റെ ഗുണിതം ഉണ്ടെന്ന് കിട്ടും? 4. അപ്പൊ ഈ 4 എടുത്ത് എനിക്ക് ഓരോ 5ഉം കൂടെ കിട്ടത്തില്ലേ? ആൾറെഡി 2 എണ്ണം വെച്ചുണ്ട്. ഒരെണ്ണം ആൾറെഡി എണ്ണി കഴിഞ്ഞു ഇവിടെ. പിന്നെ ഒരു വട്ടം കൂടെ എണ്ണപ്പം അതിനകത്തുള്ള ഒരെണ്ണം കൂടെ കിട്ടും. അങ്ങനെ 4 20 + 4 24 ഉത്തരം. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ എന്തോ കണ്ടീഷൻ? 1 തൊട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ 101 തൊട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം സംഭവം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. 101 ഇൻറ്റു നാലാമത്തെ ചോദ്യമാണ്. 101 ഇൻറ്റു 102 ഇൻറ്റു 103 ഇൻറ്റു എക്സെട്ര 150. ഇത് ഗുണിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എത്ര 0ത്തിൽ അവസാനിക്കും? ഇത് ഗുണിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എത്ര 0ത്തിൽ അവസാനിക്കും? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നമുക്ക് നേരത്തെ പഠിച്ച എളുപ്പവഴി അന്ധമായി ആദ്യം ചാടിക്കയറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ബുദ്ധിപരമായി നീങ്ങി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് രണ്ടും കാണിച്ചു തരാം. അപ്പൊ 2 വഴി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. 1 ഇതിന്റെ നോർമൽ ലോജിക്ക്, 2 ഇതിന്റെ എളുപ്പവഴി. രണ്ടും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 101 തൊട്ട് 150 വരെ 2കളുടെ 5കളുടെ ലിസ്റ്റ് എടുക്കണം. 2കൾ തോനെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ലിസ്റ്റ് എടുക്കണ്ട. ചെറുത് കുറച്ചുള്ളത് 5 ആണ്. അപ്പൊ 5ന്റെ ലിസ്റ്റ് എടുത്താൽ മതി. എത്ര 5 ഉണ്ടോ അത്രയും 0 ഉണ്ടാവും. അപ്പൊ 101 കഴിഞ്ഞാൽ പിന്നെ ആദ്യം 105. 5ൽ അവസാനിക്കുന്ന എല്ലാം എഴുതാമേ. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 115 125 135 145. ഇനി 0ത്തിൽ അവസാനിക്കുന്നത് 110 ഉണ്ട്, 120 ഉണ്ട്, 130 ഉണ്ട്, 140 ഉണ്ട്, 150 ഉണ്ട്. ഇത് 25ന്റെ ഗുണിതങ്ങളെ ഒഴിവാക്കുക. 125ഉം 150. ബാക്കിയുള്ളത് എണ്ണുക. 1 2 3 4 5 6 7 8. ഈ 8 എടുത്ത് ഓരോ 5 വെച്ചുണ്ടാവും. 25ന്റെ ഗുണിതങ്ങളിലേ ഉള്ളു 2 5 അതിൽ കൂടുതലോ ഗുണിതം 5കളുടെ ലിസ്റ്റ് വരുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഓരോ 5 വെച്ചേ കാണും. ഇതിനകത്തെല്ലാം ഓരോ 5 വെച്ചേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 8 എണ്ണം കിട്ടി. ഇനി 125ലും 150ലും എത്ര 5 വെച്ചുണ്ടോ നോക്കണം. 125 3 എണ്ണം ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 5 വെച്ച് 25 വീണ്ടും 5 ഇട്ട് 5 3 എണ്ണം കിട്ടി. 150 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 150 25ന്റെ ഉണ്ട്. അപ്പൊ 2 എണ്ണേ കിട്ടും. 125ന്റെ മൾട്ടിപ്പിളുകളിനകത്താ 125 250 അങ്ങനെയുള്ളടുത്താ 3 എണ്ണം വരുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ 5 വെച്ച് 30 വീണ്ടും 5 വെച്ച് 6. അപ്പൊ ഇതിനകത്തും കൂടെ മൊത്തം എത്ര 5 ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 എണ്ണം. അങ്ങനെ 8 5 13 എണ്ണം കാണും.
എന്ന് വെച്ചാൽ 101 തൊട്ട് 150 വരെ ഫാക്ടറായിട്ട് 13 അഞ്ചുകളെ കിട്ടും. പക്ഷെ അതിൽ കൂടുതൽ രണ്ടുകളെയും കിട്ടും. അപ്പോൾ 13 അഞ്ചിനോടൊപ്പം ഓരോ 2 വന്ന് മൾട്ടിപ്ലൈ ചെയ്യപ്പോഴും 5 × 2 10 10കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 13 സീറോ വരും. ഓപ്ഷൻ സി. മനസ്സിലായോ? 13 സീറോസ് ഉണ്ടാവും. ഇത് മൾട്ടിപ്ലൈ ചെയ്യപ്പം 13 സീറോസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ എളുപ്പവഴി അത് നോക്കാം. ഇത് തന്നെ എളുപ്പവഴി. ഇനി അതിന്റെ അല്ലാതൊരു വഴിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ആദ്യം ലാസ്റ്റ് സംഖ്യ നോക്കാം. തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് 150. ആ 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 30. പിന്നെ 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ എത്ര? 6 കിട്ടും. ശിഷ്ടമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ 150നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125 കൊണ്ട്, അതായത് 5/1 ആയ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/2 ആയ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/3 ആയ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/4 ആയ 625 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ പോകണം. പക്ഷെ 150 താഴെ 125 വരെ ഉള്ളു. പിന്നെ 5/4 625 അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് കൂടി പോകുന്ന സംഖ്യ എടുക്കണ്ട. അപ്പൊ ഇതിനകത്ത് ഒരു 125 അല്ലേ ഉള്ളു. അപ്പൊ ബാക്കി ശിഷ്ടം നമുക്ക് ആവശ്യമില്ല. 1. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുക. 30 + 6 + 1 37 എന്ന് വരും. ഇത് നമ്മുടെ ഓപ്ഷനിലില്ല, ഭാഗ്യം. അപ്പൊ 37 ഇത് നമ്മുടെ ഉത്തരവല്ല. എന്തോ ഈ 37? 1 തൊട്ട് 150 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിച്ചാൽ 37 പൂജ്യത്തിൽ അവസാനിക്കും. 1 × 2 × 3 × അങ്ങനെ പോയി 150 വരെ ഗുണിച്ചാൽ 37 പൂജ്യത്തിൽ അവസാനിക്കും. നമുക്ക് 101 തൊട്ടുള്ള ഗുണിതം മതി. ഇത്രയും മതി. എന്ന് വെച്ചാൽ 1 തൊട്ട് 150 വരെ 37 അഞ്ചുകളെ കിട്ടുമെന്ന് അർത്ഥം. എത്ര അഞ്ചുണ്ടോ അത്ര സീറോ. 150 വരെ 37 അഞ്ചുകളെ കിട്ടും. ആദ്യം 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ 30 എണ്ണം 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ 6 25ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 150നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ ഒരു 125ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ഓക്കെ. അപ്പൊ തന്നെ 36 1 37 5ന്റെ മൾട്ടിപ്പിളുകൾ ഉണ്ട്. അതിൽ 101 തൊട്ടുള്ള എത്ര 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് മതി. 100 വരെയുള്ള 5ന്റെ മൾട്ടിപ്പിളിനെ നമുക്ക് ആവശ്യമില്ല. മൊത്തമാണ് 37 എണ്ണം. 100 വരെയുള്ള 5ന്റെ മൾട്ടിപ്പിളിന്റെ എണ്ണം നമുക്ക് ആവശ്യമില്ല. അപ്പൊ 100 വരെ എത്ര 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് എളുപ്പത്തിൽ കണ്ടെത്താം. അപ്പൊ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര? 20 കിട്ടും. ശരിയല്ലേ? പിന്നെ 100നെ ഒരു 25 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125 കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം 100നെ 120നേക്കാൾ ചെറുതാണ് 100. അപ്പൊ 4 എണ്ണം കിട്ടും. 20 + 4 24 എണ്ണം എന്ന് വരും. എന്ന് വെച്ചാൽ 100 വരെ 24 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 1 തൊട്ട് 150 വരെ 37 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ പോരെ. ഇവിടുന്ന് ഇവിടം വരെയുള്ള 37 എണ്ണത്തിൽ നിന്ന് ഇവിടം വരെയുള്ള 24 എണ്ണം കളഞ്ഞാൽ മതി. അപ്പൊ 37 ന്ന് 24 പോയാൽ 3 1 13 എണ്ണം ഒന്ന് കിട്ടും. 13. ഇത്രയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ ഇത് എഴുതിയിട്ട് എണ്ണിയും നോക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്ത് വേണേലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. എളുപ്പവഴിയുണ്ട്, യഥാർത്ഥ വഴിയുണ്ട്. വ്യക്തിപരമായും ബുദ്ധിപരമായും നീങ്ങിക്കൊള്ളുക. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലുള്ള തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇന്റിജർ ഒബ്റ്റെയിൻഡ് ഇൻ ദ പ്രോഡക്റ്റ് 1² into 2⁴ into 3⁶ into 4⁸ into etc. to 25�50. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇതിന്റെ ആൻസർ എത്ര പൂജ്യത്തിൽ അവസാനിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള 5കളുടെ ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കിനി. ഇതിൽ നമുക്ക് എളുപ്പവഴിയൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഒരു ബുദ്ധിപരമായ നീക്കം പെട്ടെന്ന് പറഞ്ഞു തരട്ടെ. 25 ഇതിനകത്ത് എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. 5ന്റെ എണ്ണം ആ കുറവ്. 2ഉം 5ഉം ചേരപ്പോഴാണ് സീറോസ് ഉണ്ടാവുന്നത്. 2കൾ ഇഷ്ടം പോലെ ഉണ്ട്, മൈൻഡ് ചെയ്യേണ്ട. 5കളാണ് കുറവ്. അപ്പൊ 5ന്റെ എണ്ണം നോക്കാൻ പോയാൽ മതി. 25⁻50 ആണ്. 25നകത്ത് ആൾറെഡി 2 5 ഉണ്ട്. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് കേട്ടോ, 25⁻50. 25നെ നമുക്ക് 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. റേസ് ടു എന്തുകൊണ്ട് 50. 2 50 മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ നമുക്ക് 100 കിട്ടും. 100 5⁻100 എന്ന് വെച്ചാൽ 5⁻100 എന്ന് പറഞ്ഞാൽ 105 ഇതിനകത്ത് തന്നെ ഉണ്ട്. 105 ഇതിനകത്ത് തന്നെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ 5കളുടെ ലിസ്റ്റിൽ 100 എണ്ണം തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമാണോ? പിന്നെ ഇപ്പുറത്ത് ഒരു 5 ഇല്ലേ? 5⁻10 വരുന്നില്ലേ? 5⁻10
ക്ലിയർ അല്ലേ? പിന്നെ അതേ പോണക്ക് ഇങ്ങോട്ട് പോകുമ്പം കുറേ വരത്തില്ലേ? 5⁻10, 10⁻20. അതെന്തുവാ? ഈ കിടക്കുന്ന നമ്പറിന്റെ ഇരട്ടിയാ പവർ. 2ന്റെ ഇരട്ടിയല്ലേ 4, 3ന്റെ ഇരട്ടിയല്ലേ 6, 4ന്റെ ഇരട്ടിയല്ലേ 8. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ 5 ഉണ്ട്, 5⁻10 അല്ലേ വരുന്നത്. അവിടെ തന്നെ 5 10 എണ്ണം ആയില്ലേ? 5 10 ടൈംസ് ആയില്ലേ? അപ്പൊ തന്നെ 100 + 10 110 അഞ്ചുകൾ ഉണ്ടെന്ന് ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? മനസ്സിലായോ? ഈ ലാസ്റ്റ് എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് 100 അഞ്ചുകൾ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ അത് മാത്രമാണോ? അതിൽ കൂടുതൽ അഞ്ചുകൾ ഇങ്ങോട്ട് കിടപ്പിയില്ലേ? അപ്പം നിങ്ങളുടെ ഓപ്ഷൻ പ്രകാരം നോക്കാൻ നേരത്ത് എന്തായാലും 100ൽ കൂടുതൽ അഞ്ചുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100ൽ കൂടുതൽ പൂജ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ ഓപ്ഷനും വെട്ടാം, ഈ ഓപ്ഷനും വെട്ടാം, ഈ ഓപ്ഷനും വെട്ടാം. ഓപ്ഷൻ ഡി കറുപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിന്റെ ഓപ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് കറുപ്പിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് അഞ്ചുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയേ പറ്റൂ. അപ്പൊ അഞ്ചുകളുടെ ലിസ്റ്റ് എടുത്ത്, ഇതിപ്പോ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ചിന്തിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അതനുസരിച്ചുള്ള ഓപ്ഷൻ ആയതുകൊണ്ട്. ഇനി അല്ല എങ്കിൽ ഇവിടെ വല്ല 250 190 ഒക്കെ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ എങ്കിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം. ശ്രദ്ധിച്ചേട്ടോ. ആദ്യം ഇതിനകത്ത് വരുന്നത് 25 വരെ ഉള്ളതായതുകൊണ്ട് കുറച്ച് അഞ്ചുകളുടെ മൾട്ടിപ്ലൈ ഉള്ളു. നമുക്ക് അതിന്റെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. 5 ഉണ്ട്, 15 ഉണ്ട്, 25 ഉണ്ട്, 3 എണ്ണം. 10 ഉണ്ട്, പറഞ്ഞ 20 ഉണ്ട്, 30 ഇല്ലല്ലോ, ഇത്രയേ ഉള്ളു. 1 2 3 4 5. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 5 എണ്ണം. ഇനി നിങ്ങൾ നോക്കി, ഈ 5ന്റെ പവർ എത്ര? 10 ആണ്. 15ന്റെ പവർ എത്ര? 30 ആണ്. ഇതിന്റെ ഇരട്ടിയാ പവർ. 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 25ന്റെ ഇരട്ടി 50. ഇവിടുത്തെ പവർ എത്ര? 50. 10ന്റെ പവർ എത്ര? 20. 20ന്റെ പവർ എത്ര? 40. ഇതിൽ 25ന്റെ മൾട്ടിപ്പിളിന് വട്ടം ഇട്. ഇത് മാറിയിരിക്കട്ടെ, കാരണം ഇത് വേറിട്ട് നിൽക്കുക. ഇതിനകത്തല്ല എത്ര 5 ഉണ്ട് നിങ്ങൾ നോക്കണം. ഈ 5നകത്ത് ഒരു 5 ഉള്ളത്, പക്ഷെ അത് 10 ടൈംസ് ഉണ്ട്. അപ്പൊ ഇവിടെ 10 എണ്ണം കിട്ടി. 15നകത്ത് ഒരു 5 ഉള്ളത്, പക്ഷെ 30 ടൈംസ് ഉണ്ട്. അപ്പൊ 35 അവിടെ കിട്ടി. പ്ലസ് ഇവിടെ എത്ര പവർ? 20 എണ്ണം. അപ്പൊ 25 അവിടെ കിട്ടി. ഇവിടെ എത്ര പവർ? 40 എണ്ണം. അപ്പൊ 45 അവിടെയും കിട്ടി. ക്ലിയർ അല്ലേ? കാരണം 20നകത്ത് ഒരു 5 ആണുള്ളത്. 20നെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയപ്പം ഒന്ന് കാണിച്ചു തരാം ഞാൻ. 20⁻40 ആണ്. ഈ 20നെ നിങ്ങൾക്ക് 4 × 5 എന്ന് എഴുതാം. ⁻40. അപ്പൊ 4ന് 40 വരും, പിന്നെ 5⁻40 വരും. എന്നുവെച്ചാൽ 5 40 ടൈംസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ 40 എണ്ണം ഉണ്ട്. ഇതിനകത്തല്ല ഓരോ തവണ 5 ഉള്ളു, പക്ഷെ പവർ 40 കിടക്കുന്നുണ്ട്. അപ്പൊ 45 ആയി, ഇവിടെ 35 ആയി, ഇവിടെ 25 ആയി, ഇവിടെ 15 ആയി. ഇതെല്ലാം കൂടെ കൂട്ടിയ നമുക്ക് എത്ര കിട്ടും? 30 10 40, 40 40 80 20 100 എണ്ണം കിട്ടും. ഇപ്പൊ ഇത്ര എടുത്ത് 100 എണ്ണം കിട്ടി. പക്ഷെ ഇത് മാത്രമാണോ? ഞാൻ ഇതും മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി എനിക്ക് ഇതിനെയും കൂടെ നോക്കാനുണ്ട്. 25 നിങ്ങൾക്കറിയാം, 25നകത്ത് 2 5 ഉള്ളത്. 5 2 ടൈംസ് ഉണ്ട്. പവർ 50. അപ്പൊ ഒരെണ്ണം 50, ഒരു 5 50 എണ്ണം ഉണ്ട്. അടുത്ത 2 5 ഉണ്ടല്ലോ, അടുത്ത 5 50 എണ്ണം ഉണ്ട്. അപ്പൊ 50 50 100 എണ്ണം ഇതിനകത്ത് വരത്തില്ലേ? അത് ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നതെന്ന്. നമുക്ക് 25⁻50നെ ഇങ്ങനെ എഴുതാം. 25നെ 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ⁻50, 2 × 50 100 വരും. എന്നുവെച്ചാൽ 500 ടൈംസ് എന്ന് വരും. ഇപ്പൊ ഇതിനകത്ത് തന്നെ ആൾറെഡി 100 ടൈംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തും കൂടെ ടോട്ടലി 100 പ്ലസ് ഇതിനകത്ത് മാത്രം 100. അങ്ങനെ മൊത്തത്തിൽ എത്ര? 200 എണ്ണം. അപ്പൊ 200 നമ്മുടെ ഓപ്ഷൻ. മനസ്സിലായി? ഇത് ഇതിന്റെ യഥാർത്ഥ വഴി. ക്ലിയർ ആണല്ലോ? അങ്ങനെ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ മൈനസ് 7ന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര 2 പ്ലസ് 92ന്റെ സ്ക്വയർ മൈനസ് 91ന്റെ സ്ക്വയർ? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ്. കാണുമ്പോൾ വലുതായിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഈ ഇക്വേഷൻ എന്നറിയണം. a² - b² എന്ന് പറഞ്ഞാൽ എന്താണ്? a² - b² എന്ന് പറഞ്ഞാൽ a - b × a + b എന്നാണ്. ഓക്കെ, ആദ്യം 2 വായിക്കുക. a - b അത് ആദ്യം എഴുതുക, നടുക്ക് പ്ലസ് ആക്കി a + b അപ്പുറത്ത് എഴുതുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ. a² - b² വെച്ച് മാറ്റണം. ആദ്യം a - b 4 - 3 ഇൻറ്റു 4 + 3 പ്ലസ് ആ a² - b² 6 - 5
ഇൻറ്റു 6 പ്ലസ് 5 പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 8 മൈനസ് 7 ഇൻറ്റു 8 പ്ലസ് 7. അങ്ങനെ പോയി ലാസ്റ്റ് 92 മൈനസ് 91 ഇൻറ്റു 92 പ്ലസ് 91. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ന് 3 പോയ 1 1 ഇൻറ്റു ഇത് തന്നെ കിട്ടും. 4 പ്ലസ് 3 ഞാൻ 3 പ്ലസ് 4 എന്ന് എഴുതുന്നു. 7 എന്ന് എഴുതാൻ അറിയാം, പക്ഷെ ഞാൻ അത് എഴുതുന്നില്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാനാണ് കേട്ടോ. 4 ന് 3 പോയ 1 ഇൻറ്റു ഇത് തന്നെയല്ലേ കിട്ടത്തുള്ളൂ. 4 പ്ലസ് 3 ഞാൻ തിരിച്ച് 3 പ്ലസ് 4 എന്ന് എഴുതി. 6 ന് 5 പോയ 1 ഇൻറ്റു ഇത് തന്നെ 6 പ്ലസ് 5 തിരിച്ച് 5 പ്ലസ് 6 എന്ന് എഴുതി. 8 ന് 7 പോയ 1 ഇൻറ്റു ഇത് തന്നെ കിട്ടും. 8 പ്ലസ് 7 ഞാൻ 7 പ്ലസ് 8 എന്ന് എഴുതി. അങ്ങനെ പോയി ലാസ്റ്റ് വൺ 92 മൈനസ് 91 1 1 ഇൻറ്റു ഇത് തന്നെ കിട്ടും. 92 പ്ലസ് 91 ഞാൻ 91 പ്ലസ് 92 എന്ന് എഴുതി. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3 4 5 6 7 8 അങ്ങനെ 92 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. 1 മുതലുള്ള എണ്ണൽ സംഖ്യകളാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നത്, പക്ഷെ ഇത് 3 മുതലുള്ള എണ്ണൽ സംഖ്യ. അപ്പൊ ഞാൻ 1 മുതലുള്ള എണ്ണൽ സംഖ്യ ആക്കുക എന്നുവെച്ചാൽ ഒരു 1ഉം ഒരു 2ഉം കൂടെ ഞാൻ എക്സ്ട്രാ ഇതിനകത്തോട്ട് കയറ്റിയിട്ട്. ഓക്കെ, പിന്നെ ഈ കിടക്കുന്ന 3 അധികം 4 അധികം 5 അധികം 6 അധികം 7 അധികം അങ്ങനെ പോയി 91 അധികം 92. നിങ്ങൾ ഓർക്കണം, ഞാൻ ഈ 1ഉം 2ഉം എക്സ്ട്രാ കൊണ്ടിട്ടതാ. അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ആ 1 പ്ലസ് 2 കൂടെ ഇട്ടു, ശരിയല്ലേ? അപ്പൊ 1 2 3 4 5 6 7 അങ്ങനെ 92 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 92 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. n വരെയുള്ള എണ്ണൽ സംഖ്യ, അപ്പൊ n-ഉം തൊട്ടടുത്ത സംഖ്യ n പ്ലസ് 1 മൾട്ടിപ്ലൈ 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 92 വരെയുള്ള എണ്ണൽ സംഖ്യ, അപ്പം 92ഉം തൊട്ടടുത്ത 93 മൾട്ടിപ്ലൈ 2 ഡിവൈഡ് ചെയ്യാം. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 മൈനസ് ഇത് ഞാൻ 92 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാ, പക്ഷെ എനിക്ക് 3 ഒട്ട് മതി. 1ന്റെ 2ന്റെ തുക വേണ്ട, മീൻസ് 3 വേണ്ട. 1 പ്ലസ് 2 3 എന്നുള്ളത് ഞാൻ കളഞ്ഞേക്കണം, എന്നാലേ നമുക്ക് വേണ്ടുന്ന ഈ ഒരു ഉത്തരം കിട്ടും. ഇതിന്റെ തുകയാണല്ലോ നമുക്ക് ആവശ്യം. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ആയിട്ടതാണ്. ഇനി 2ഉം 92 കൂടെ കട്ട് ചെയ്യാം. 2നെ 92 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 46 വരും. ഇനി 46 ഇൻറ്റു 93 അടി 93 ഇൻറ്റു 46 6 3 18 1 9 6 54ഉം 1ഉം 55 4 3 12 1 9 7 36 1 37 8 7 12 4. അപ്പം 4278 മൈനസ് ഒരു 3 4275 എന്ന ഉത്തരം. ഓപ്ഷൻ ഡി. എളുപ്പമല്ലേ? വളരെ സിമ്പിളാണ്, ബുദ്ധിപരമായി നീങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് ഉത്തരത്തിലെത്താൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 98ന്റെ സ്ക്വയർ മൈനസ് 97ന്റെ സ്ക്വയർ പ്ലസ് 96ന്റെ സ്ക്വയർ മൈനസ് 95ന്റെ സ്ക്വയർ പ്ലസ് 94ന്റെ സ്ക്വയർ മൈനസ് 93ന്റെ സ്ക്വയർ? നേരത്തെ ചെയ്തത് 12ന്റെ സ്ക്വയർ മൈനസ് 11ന്റെ സ്ക്വയർ തന്നെ, നേരത്തെ ചെയ്ത സാധനം. അപ്പോൾ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തോ റിസൾട്ട്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പം ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് മാറ്റുന്നത് 98 മൈനസ് 97 ഇൻറ്റു 98 പ്ലസ് 97. ഓക്കെ, അടുത്ത ഇത് എ സ്ക്വയർ മൈനസ്, ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് മാറ്റി. ഇനി ഇതിനെ നമ്മൾ മാറ്റുന്നത് 96 മൈനസ് 95 ഇൻറ്റു 96 പ്ലസ് 95 പ്ലസ് ഇതിനെ നമ്മൾ ചെയ്യുന്നു 94 മൈനസ് 93 ഇൻറ്റു 94 പ്ലസ് 93 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ഇതിനെ നമ്മൾ ചെയ്യുന്നു 12 മൈനസ് 11 ഇൻറ്റു 12 പ്ലസ് 11. വീണ്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 98 മൈനസ് 97 1 ഇൻറ്റു ഇത് അത് തന്നെ. അപ്പോൾ 98 പ്ലസ് 97 എന്ന് തന്നെ എഴുതുന്നു. പ്ലസ് 96 മൈനസ് 95 1 ഇൻറ്റു ഇത് അത് തന്നെ 96 പ്ലസ് 95 എന്ന് എഴുതുന്നു. അങ്ങനെ പോയി ലാസ്റ്റ് 98 97 96 95 അങ്ങനെ പോവാ. ലാസ്റ്റ് 12 മൈനസ് 11 1 ഇൻറ്റു അത് തന്നെ 12 പ്ലസ് 11 എന്ന് എട്ടുന്നു. അപ്പൊ 11 മുതൽ 98 വരെ അല്ലെ 98 തൊട്ട് 11 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എ പിയുടെ തുക വെച്ച് കണ്ടുപിടിക്കാം. എ പി എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡിഒ അല്ലെ n/2ന്റെ ആദ്യപദം പ്ലസ് അവസാന പദം എന്നുള്ള റിസൾട്ടോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്.
അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് സോൾവ് ചെയ്യാം. ഞാൻ തൽക്കാലം ഈ ഇക്വേഷൻ ഉപയോഗിക്കുവാണ്. ഈ ഇക്വേഷൻ ഏതാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, അല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. x1 പ്ലസ് xn നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. x1 പ്ലസ് xn, a പ്ലസ് an, ആദ്യപദം പ്ലസ് അവസാനപദം, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. n/2 ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാനപദം. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ആദ്യപദം ഇതാണ് x1, അവസാനപദം ഇതാണ് xn. ഓക്കെ, x1 xn. പക്ഷേ n നമുക്ക് ആവശ്യമുണ്ട്. n എന്ന് പറഞ്ഞാൽ ഇത് എത്ര പദങ്ങളുണ്ടെന്ന്. അപ്പോൾ n കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. 11 തൊട്ട് 98 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കിയാലും മതി. 11 തൊട്ട് 98 വരെ എത്ര സംഖ്യകളുണ്ട്? 1 തൊട്ട് 98 വരെ എത്ര സംഖ്യയുണ്ട്? 1 തൊട്ട് 98 വരെ 98 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അതിൽ നിന്ന് 11 തൊട്ട് മതി നമുക്ക്. എന്ന് വെച്ചാൽ 10 വരെ ഉള്ളത് വേണ്ട, 1 തൊട്ട് 10 വരെ ഉള്ളത് വേണ്ട. അപ്പോൾ 10 കളഞ്ഞാൽ പോരെ. 98 നിന്ന് 10 പോയ എത്ര? 88 എണ്ണം കാണും. അത് മനസ്സിലായോ ഞാൻ കണ്ടുപിടിച്ചത്? അതായത് 11 തൊട്ട് 98 വരെ എത്ര സംഖ്യ ഉണ്ടെന്നാണ് വേണ്ടുന്നത്. 1 തൊട്ട് 98 വരെ 98 സംഖ്യകളുണ്ടെന്ന് നമുക്കറിയാം. 1 തൊട്ട് 50 വരെ 50 സംഖ്യകൾ, 1 തൊട്ട് 98 വരെ 98 സംഖ്യകൾ. പക്ഷെ 98 നമുക്ക് വേണ്ട, 11 തൊട്ട് മതി, 1 തൊട്ട് വേണ്ട. എന്നുവെച്ചാൽ 11 തൊട്ട് മതി, 10 വരെ ഉള്ളത് വേണ്ട. 1 തൊട്ട് 10 വരെ 10 സംഖ്യയല്ലേ, അപ്പോൾ 10 എണ്ണം കളഞ്ഞാൽ പോരെ. 1 തൊട്ട് 98 വരെയുള്ള 98 സംഖ്യകളിൽ നിന്നും 1 തൊട്ട് 10 വരെയുള്ള 10 സംഖ്യകൾ കളഞ്ഞാൽ 10ന് ശേഷമുള്ള 11 തൊട്ടുള്ള സംഖ്യകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 98 മൈനസ് 10 88 സംഖ്യകൾ. അപ്പോൾ n 88. അപ്പോൾ n-ന്റെ വില 88/2 ഇൻറ്റു S1 ഫസ്റ്റ് ടൈം 98, xn ലാസ്റ്റ് ടൈം 11. 88/2 44 ഇൻറ്റു 8 1 9, 9 1 10, 109 ഇൻറ്റു 44. 109നെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 9 36, 3 0 3 4. 9 36, 3 0 3 4, 6 9 7 4, 47 96. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 1 - 7 + 2 - 8 + 3 - 9 + 4 - 10 എക്സെട്ര ടു 100 ടൈംസ്. ഇതിൻ്റെ 100 ടൈംസിൻ്റെ സം കണ്ടെത്താൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 3 അങ്ങനെ അതും -7 -8 -9 -10 അതും കൂടെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു വഴി, ഏറ്റവും നല്ല വഴി ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് 2 എണ്ണം വെച്ച് ഞാനങ്ങ് പെയർ ചെയ്ത് വെക്കുക. മൊത്തം 100 ടൈംസാണ് ഉള്ളത്. പിന്നത്തെ 2 എണ്ണം വെച്ച് അങ്ങ് പെയർ ചെയ്താൽ പിന്നെ 50 ടൈംസേ ഉള്ളൂ. ഓക്കെ, 2 എണ്ണം വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക. 1 - 7 എത്ര നിങ്ങൾ നോക്ക്. 1 - 7 -6 ആണ്. പ്ലസ് 2 - 8 എത്ര നോക്ക്, -6 ആണ്. പ്ലസ് 3 - 9 എത്ര നോക്ക്, -6 ആണ്. പ്ലസ് 4 - 10 എത്ര നോക്ക്, -6 ആണ്. ഇങ്ങനെ പോയി. ഇത് എത്ര ടൈംസ് ഉണ്ട്? 50 ടൈംസ് ഉണ്ട്. എന്തോ 50 ടൈംസ്. മൊത്തം 100 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ 2 എണ്ണം വെച്ച് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പിന്നെ 50 എണ്ണയല്ലേ ഉള്ളു, പകുതിയായിട്ട് മാറി. അപ്പൊ -6 50 തവണ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. -6 50 തവണ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ -6 × 50 ചെയ്യാനല്ലേ അർത്ഥം. -6 × 50 എത്ര? -6 5 30 300. അപ്പൊ -300 എന്ന് ഉത്തരം. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ഇവിടെ നിൽക്കട്ടെ. ഇനിയും കുറേയധികം സീരീസ്, ഇതേ പോണക്കുള്ള സീരീസായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതും വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഡിഗ്രി ലെവൽ നിലവാരത്തിൽ നടന്ന പരീക്ഷകളിൽ ചോദിച്ച കുറേയധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 1 2 3 4ാം പാർട്ടാണെന്ന് തോന്നുന്നത്. 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്ലേലിസ്റ്റ് നോക്കുക, അതിനകത്തുണ്ട്, കാണുക. ഓക്കെ, അതിൻ്റെ ലിങ്ക്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നൽകിയേക്കാം. ജസ്റ്റ് കയറി കാണുക. ആദ്യത്തെ വീഡിയോസ് എല്ലാം കാണുക. എല്ലാം വെറൈറ്റി ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നതും എന്നാൽ വരാൻ സാധ്യതയുള്ളതും, വന്നതും അതുകൊണ്ടനുബന്ധിച്ചുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഓരോ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി അറിയിച്ചു.